ഇന്ത്യക്ക് ഒരു അടിയന്തര സാഹചര്യം വന്നാൽ ഏതു നിമിഷവും 5 മുതൽ 10 വരെ പടക്കപ്പലുകളും 10 പോർ വിമാനങ്ങളും 3000 സൈന്യവും അടക്കം റഷ്യൻ സേന ഇന്ത്യയിലെത്തും. അതുപോലെ തന്നെ തിരിച്ച് റഷ്യക്ക് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും എന്നുള്ള ഒരു കരാർ, റലോസ് കരാർ 2025 ചർച്ച ചെയ്യുകയും ഒപ്പുവെക്കുകയും ചെയ്ത റലോസ് കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. 5 വർഷത്തേക്കാണ് കരാർ. 5 വർഷം കഴിഞ്ഞത് നീട്ടാൻ കഴിയും. ഏതായാലും ഇത് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് സംയുക്തമായ സൈനിക അഭ്യാസങ്ങൾ, പരിശീലനം, മാനുഷിക ദൗത്യങ്ങൾ, പ്രത്യേകിച്ച് ഈ നാച്ചുറൽ കലാമിറ്റി പോലെയുള്ള അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ യുദ്ധം പോലെയുള്ള ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധം പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതിനിടെ തന്നെ ഉക്രൈന്റെ ദേശീയ സുരക്ഷാ പ്രതിരോധ കൗൺസിൽ സെക്രട്ടറി റുസ്റ്റം ഉമേറോവ് ഇന്ത്യയിലെ നമ്മുടെ ദേശീയ ഉപദേഷ്ടാവായ അജിത് ഡോവലുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ എക്കാലത്തെ നിലപാട് റഷ്യ ഉക്രൈൻ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് തന്നെയാണ്. ഏതായാലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിൽ മുൻപ് ഉണ്ടായിരുന്നത് പോലെ ഒരു സൈനിക സഹകരണം മാത്രമല്ല, പരസ്പരം സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നേറുന്ന ഒരു കരാർ കൂടിയാണ് റലോസ്. ഈ കരാറിനെ കുറിച്ച് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ഇതിനു മുമ്പ് അനവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് കരാറിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.